ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനം ധ്യാനിക്കാൻ പോകുകയാണ്. ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എക്കാലവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവം കൂടെ ഇരിക്കണം എന്നുള്ളത്. ബിലയാം എന്ന് പറയുന്ന പ്രവാചകനെ ദൈവത്തിന്റെ ജനത്തെ ശപിക്കുവാനായി ബാരാക്ക് എന്ന് പറയുന്ന രാജാവ് വരുത്തിയപ്പോൾ ഒരു പർവ്വത മുകളിൽ കയറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ജനത്തെ ശപിക്കുവാൻ വാതുറക്കുമ്പോൾ ബിലയാം പറയുകയാണ്, സ്തോത്രം, ദൈവം അവരുടെ കൂടെ ഉണ്ട്, സ്തോത്രം, രാജകോലാഹലം അവരുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ബാരാക്കെ, നീ ഇവരെ എത്ര പ്രാകാൻ ശ്രമിച്ചാലും, എത്ര ശപിക്കാൻ ശ്രമിച്ചാലും ഇവർ ശപിക്കപ്പെടത്തില്ല. കാരണം ദൈവം അവരുടെ കൂടെയുണ്ട്. വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയൊരു ആത്മീയ വെളിപ്പാടും ആത്മീയ ഉറപ്പും തരുന്നൊരു ഭാഗം വേദപുസ്തകത്തിനുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് യേശു വെളിപ്പെടുത്തുക, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ട്. യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ, നീ വെള്ളത്തിൽ കൂടെ കടക്കേണ്ടി വരും, അപ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ അഗ്നിയിലൂടെ കടക്കേണ്ടി വരും, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല, കാരണം ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്താണ് ഇവിടുത്തെ സന്ദേശം? എന്തെല്ലാം പ്രതിസന്ധികൾ ഈ ഭൂമിയിലെ യാത്രയിൽ നിനക്കുണ്ടായാലും ആ പ്രതിസന്ധിക്ക് നടുവിലൂടെ നീ നടക്കും. നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട്. ഒരു ദൈവപൈതൻ എപ്പോഴും കരുത്തും ശക്തിയും തരുന്നത് അവന്റെ രക്തബന്ധങ്ങളല്ല, മറിച്ച് ദൈവമാണ്. രക്തബന്ധങ്ങൾ പലരും വഴിമാറിയേക്കാം, സ്നേഹിതർ മാറിപ്പോയേക്കാം. അപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ പറയും, എന്റെ കൂടെ ദൈവമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആ ധൈര്യം വരട്ടെ. വേദപുസ്തകത്തിൽ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, അവരുടെ കൂടെ മാംസഭുജമേ ഉള്ളൂ, പക്ഷെ നമ്മുടെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് വചനം കേൾക്കുന്നവരോട് പറയാം, സ്തോത്രം, ആരെല്ലാം നിന്നെ ശപിച്ചാലും, ആരെല്ലാം നിന്നെ പ്രാഗിയാലും, ആരെല്ലാം നിനക്കെതിരെ ദോഷം ചെയ്താലും നീ പേടിക്കരുത്. ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട്. അടുത്ത വാക്യം, രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. നീ ആത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന രഹസ്യം അറിയാമോ? നിന്റെ കൂടെ രാജാതി രാജാവുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങ് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ആരെല്ലാം പ്രാകാൻ വന്നാലും, ആരെല്ലാം തകർക്കാൻ വന്നാലും, ഓ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിന്റെ കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു.